കസ്റ്റമൈസ്ഡ് അല്ലാത്ത കേക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും അങ്ങനെ മനസ്സിലുണ്ടാവാറില്ല. ക്രം കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഐസിങ് ചെയ്യുമ്പോഴാണ് ഓരോരോ ഡിസൈനായിട്ട് മനസ്സിൽ വരാറുള്ളത്. ഇത്തവണ എന്തായാലും പേരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതുപോലെ ഫോണ്ടൻ്റ് ഒന്ന് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ പേരൊന്ന് ഇതുപോലെ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്റ്റിക്കാണ്. ഇതുപോലെ ഞാൻ 2 വൈറ്റ് സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. ഈ ഒരു പേര് ഈ ഒരു ഫോണ്ടനിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഇതായി 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണ്ടൻ്റ് കുറച്ച് ഹാർഡായതിനു ശേഷം മാത്രമാണ് കേട്ടോ കേക്കിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തെർമോക്കോളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഹാർഡായതിനു ശേഷം മാത്രം കേക്കിൽ സ്റ്റിക്ക് ചെയ്യട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്ക് സെല്ലോ ടൈപ്പിൽ 2 സൈഡിലും ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിഡിലായിട്ട് നമ്മൾ ഈ ഒരു പേരും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ.